ജന്മാദ്യസ്യേതുന്നയാതിതരതച്ചാർത്ഥേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവയെ മുഖേന്ദേ സൂര്യ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്തിതർഗോ മുഷാദാംനാശേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ ദ്വിതീയ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 12 ശ്ലോകമാണ്. 12 ശ്ലോകം അതിൽ മത്സ്യാവതാരം, ഹയഗ്രീവാവതാരം, അതിനുശേഷം മത്സ്യാവതാരം, രണ്ടും വേദവുമായിട്ട് ബന്ധപ്പെട്ട അവതാരമാണ്. ഹയഗ്രീവ അസുരനാണ് കൊന്നത്. ഹയഗ്രീവാസുരനെയാണ് ഭഗവാൻ കൊന്നത്, ഹയഗ്രീവ സ്വരൂപം സ്വീകരിച്ചിട്ട്. അപ്പം അത് വേദം അപഹരിച്ചു ഹയഗ്രീവാസുരൻ. അതേപോലെ തന്നെ മറ്റൊരു യുഗത്തിൽ, ഇതാണ് മത്സ്യോ യുഗാന്ത സമയെ, മറ്റൊരു സന്ദർഭത്തിൽ ഇതേപോലെ വേദങ്ങൾ വീണ്ടും അപഹരിക്കപ്പെട്ടപ്പോൾ ഭഗവാൻ ആ വേദങ്ങൾ വീണ്ടെടുത്ത് കൊടുത്തു ബ്രഹ്മാവിന്. നിഖില ജീവനികായ കേത, സകല ജീവികൾക്കും ആശ്രയഭൂതൻ ആയ മത്സ്യരൂപമായിട്ടുള്ള ഭഗവാൻ ജലത്തിൽ ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്നും പുറത്തേക്ക് അല്ലെങ്കിൽ പോയതായ നഷ്ടപ്പെട്ടതായ വേദത്തെ വീണ്ടെടുത്തു. ഗ്രഹിച്ചുകൊണ്ട് പ്രളയജലത്തിൽ കളിച്ചുകൊണ്ട് ആ മത്സ്യമൂർത്തി സ്ഥിതി ചെയ്തു. അതാണ് മത്സ്യാവതാരം, വേദവുമായിട്ട് ബന്ധപ്പെട്ടത്. ഹയഗ്രീവനെ വധിച്ചു എന്നുള്ളതാണ് വേദത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഭഗവാൻ ആദ്യമായിട്ട് ചെയ്തത്. അവിടെ ഹയഗ്രീവനായിട്ട് തന്നെ അവതരിച്ചിട്ടാണ് ചെയ്തത്, മത്സ്യാവതാരമല്ല. ആണ് വ്യത്യാസം. ഹയഗ്രീവൻ മാത്രമേ എന്നെ കൊല്ലാവൂ എന്ന് ഹയഗ്രീവൻ വരം ചോദിച്ചപ്പോൾ താൻ തന്നെ കൊല്ലില്ലോ വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു വരം ചോദിച്ചത്. വേറെയും കഥകളുണ്ട്. കാരണം ഭഗവാൻ ഹയഗ്രീവനായിട്ട് അവതരിച്ചിട്ട് കൊന്നു എന്നൊരു കഥ. അവിടെ മത്സ്യാവതാരം ഇല്ല കേട്ടോ. അത്തരം സമയത്ത് മത്സ്യോ യുഗാന്ത സമയെ മത്സ്യമായിട്ട് അവതരിച്ച്, അത് വേറൊരു സന്ദർഭത്തിലാണ് വേദത്തെ വീണ്ടെടുത്തു. രണ്ടും വേദവുമായിട്ട് ബന്ധപ്പെട്ട്, ഒന്ന് ഹയഗ്രീവനെ കൊല്ലാൻ, പിന്നൊന്ന് വേദത്തെ അപഹരിക്കാൻ വേണ്ടിയിട്ട്, വേദത്തെ അപഹരിച്ചത് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്. ക്ഷീരോദാവമരദാനവയൂതപാനാമുന്മഗ്നതയാമൃതലബ്ധയാദിദേവ പൃഷ്ടേന കച്ചപുർവിദാരഗോത്രം നിദ്രാക്ഷണോത്രിപരിവർത്തകഷാണ കണ്ടു. എന്നല്ല പറഞ്ഞല്ലോ, കൂർമാവതാരം. പുറത്ത് ഈ പർവ്വതം കടന്നിങ്ങനെ തിരിഞ്ഞപ്പോൾ ആരോ ചൊറിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നൊരു പ്രതീതി മാത്രമേ ഭഗവാനും ഉണ്ടായുള്ളൂ. ത്രൈവിഷ്ടപോരുഭയഹാസനൃസിംഹരൂപം കൃത്വ ഭ്രമദ്കുടിതം ട്രകരാളവക്ത്രം ദൈത്യേന്ദ്രമാശുഗതയാഭിപതന്തമാരാദൂരോ നിപത്യവിധാര നഗേസ്ഫുരന്തം. നരസിംഹമായിട്ട് 14ാമത് ഭഗവാൻ അവതരിച്ചു എന്ന് മാത്രമാണ് സൂതൻ പറഞ്ഞു കൊടുത്തത്. ഇവിടെയോ അതിഭയങ്കരമായ നഖങ്ങളെ കൊണ്ട് ഹിരണ്യകശിപുവിനെ കീറി എന്ന് പറഞ്ഞു. ഒന്നിങ്ങനെ വിവരിച്ചു, വേറൊന്നും പറഞ്ഞില്ല. പ്രഹ്ലാദനാരാന്നോ പ്രഹ്ലാദൻ ഭക്തനാണോ കൊല്ലാനുള്ള ശ്രമങ്ങളൊന്നും പറഞ്ഞു. കഥ വരുമ്പോഴേ വരൂ. എന്നാൽ സൂതൻ പറഞ്ഞതിനേക്കാൾ ഒന്ന് ഘട്ടം അധികം ഒരു ലേശം പറഞ്ഞു. ത്രൈവിഷ്ടപോരു ഭയഹ, ത്രൈവിഷ്ടപന്മാർ ദേവന്മാർ, അവരുടെ ഭയത്തെ അപഹരിക്കുന്നവനാണ് നരസിംഹമൂർത്തി. നരസിംഹമൂർത്തി സാധാരണക്കാർക്കോ ഭക്തന്മാർക്കോ ഭയം ഉണ്ടാക്കില്ല എന്നാണ്. ഭയത്തെ ഇല്ലാണ്ടേക്ക് എത്ര ചെയ്യുക. ഭഗവാൻ ആർക്കാണ് ഭയങ്കരൻ? ദുഷ്ടന്മാർക്ക്, അല്ലാത്തവർക്ക് ഭയങ്കരനല്ല. അതാണ് ഇവിടെ ത്രൈവിഷ്ടവൻ ദേവന്മാർ. അവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന അവൻ, ആ ഭഗവാൻ, ഭ്രമദ്ഭൃകുടി ദംഷ്ട്ര കരാള വക്ത്രം, അതിഭയങ്കരമായിട്ടുള്ള പുരികക്കൊടികളോ മൂക്കാം ദംഷ്ട്രകൾ എന്നീ ഭയാനകമായ സ്വരൂപത്തെ കൊണ്ട് നൃസിംഹരൂപം കൃത്വ, നരസിംഹരൂപം എടുത്തിട്ട്, സ്ഫുരന്തം പ്രകാശിക്കുന്നവനും, ദൈത്യേന്ദ്രം ആസുരശ്രേഷ്ഠനും, ഗതയാ ആരാത് ഗതയോടുകൂടിയതും ആയ അവനെ, ഹിരണ്യകശിപുവിനെ, ഊരൗ നിപാത്യ തുടയിൽ വീഴ്ത്തിയിട്ട്,
തുടയിൽ വെച്ച് നഖൈ വിദധാര, നഖം കൊണ്ട് പിളർന്നു. ബാക്കി ദൈത്യേന്ദ്രൻ്റെ വിശേഷണമാണ്. എന്ത്? ഗതയാ ആരാർ അഭിപതന്തം, ഗതയാൽ തന്നോട് അടുക്കുന്ന, ഗത കൈ പിടിച്ചിട്ടാണ് വരുന്നത്. ഹിരണ്യേഷു ഗത മാത്രമേ ഉള്ളൂ കയ്യിൽ, വേറൊന്നുമില്ല. ഭഗവാനുണ്ടോ ഈ ഗത വല്ല കാര്യം? ശംഖചക്ര ഗതാപത്മാദികൾ സ്വതവേ തന്നെ കയ്യിലുണ്ട്. ഇപ്പം ഇത് അതിഭയങ്കരമായിട്ടുള്ള നഖങ്ങളും ദംഷ്ട്രകളും കൊണ്ടാണ് അവതരിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ വിഴുങ്ങാൻ തയ്യാറായിട്ടുള്ള ഒരാൾ, അങ്ങനത്തെ ഒരു ക്രൂരസത്വത്തിൻ്റെ ഒരു ഗതിയും കൊണ്ട് അപ്പം തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ വിഡ്ഢിയായിട്ടുള്ള ഹിരണ്യേശു എതിർത്തു. ഒന്നുമല്ലാണ്ട് നഖങ്ങളാൽ കീറപ്പെട്ട് വധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ദൈത്യന്മാർ, ആസുരന്മാരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന ത്രയവിഷ്ടവർ ദൈത്യന്മാർ, ത്രയവിഷ്ടപോരു ഭയ, അവരുടെ ഭയത്തെ ഇല്ലാതാക്കുന്ന സനൃസിംഹരൂപം കൃത്വ, നരസിംഹരൂപമെടുത്ത് ഭ്രമദ്രകുടിദംഷ്ട്രകരാള വക്ത്രം രൂപത്തെ വർണ്ണിച്ചു. ദൈത്യേന്ദ്രം ഹിരണ്യകശിപു, ദൈത്യേന്ദ്രമാശു ഗതയാഭിപതന്തം, ഗത കൊണ്ടടുക്കുന്ന ഹസുരനാണ്. അഭിപതന്തമാരാം ഊരോ, ദൂരോ എന്നല്ല കേട്ടോ, ദൂരം വേറെ ഊരു വേറെ. ഊരു, ഊരു എന്ന് പറഞ്ഞാൽ തുട, അത് ഊരുവിൽ ഉള്ള വിഭക്തിക്ക് വേണ്ടിയിട്ട് ഊരൗ ആക്കിയതാണ്. ഊരു തുട, ഊരൗ തുടയിൽ, ഊരൗ. ഗതയാഭിപതന്തമാരാത് ഊരൗ എന്നാണ് അവിടെ ഡാഷ് ഇടണം ശരിക്ക്. ആരാത് ഡാഷ് ദൂരൗ ആണ്. ആരാത് പ്ലസ് ഊരൗ, ഊരൗ ആണ് ദൂരൗ ആയത്. ഗദന്തമാരാദൂരൗ, ഗദന്തമാരാത് പ്ലസ് ഊരൗ, ഊരു പറഞ്ഞാൽ തുട, ഊരു ചാരു ഊരു കേശാധിപതത്തിലുണ്ടല്ലോ, ഊരു തുട. നിപാത്യ, ആ തുടയിന്മേൽ വീഴ്ത്തി. വിദധാര നഖൈ സ്ഫുരന്തം, നഖങ്ങളാൽ കീറി മുറിച്ചു. അന്തസ്തരത്തിരുബലേന പദേ ഗൃഹീതോ ഗ്രാഹേണ യൂതപതിവംബുജകർത്താർത്ഥ ആഹേതമാദിപുരുഷാഖില ലോകനാഥ തീർത്ഥശ്ചവണമംഗളനാമധേയ. അതിനുശേഷം ഗജേന്ദ്രമോക്ഷം പറഞ്ഞേക്കാണ് 14. അതൊരു അവതാരമായിട്ട് പറഞ്ഞിരിക്കണം. ഇപ്പം സൂതം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പറഞ്ഞിട്ടില്ല കേട്ടോ, കൂട്ടിയിട്ടില്ല. അതാണ് 22 ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും ഒരവതാരമായിട്ട് ഗണിച്ചിട്ടില്ല സൂതൻ്റെ ആഖ്യാനത്തിൽ. അവിടെ 22 ഇവിടെ 24. ഹരി അവതാരം എന്നാണ് ധ്രുവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതിനും ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതിന് ഹരി അവതാരം എന്നാണ് പറയുന്നത്. അന്തസ്തരത്തിരുബലേന പദേ ഗൃഹീതോ, കാലിൽ പിടിച്ചു വലിച്ച മുതല, ഗ്രാഹേണ ഗ്രാഹം മുതല. യൂതപതിമംബുജഹസ്താർത്ഥ, ആ താമരപ്പൂവ് കയ്യിൽ പിടിച്ച്, അംബുജഹസ്ത താമരപ്പൂവ് കയ്യിൽ പിടിച്ച് ആർത്തനായിട്ട് നിലവിളിച്ചു. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. വേറെ ആരും ആശ്രയമില്ലാണ്ടത് ആ വെള്ളത്തിൽ താഴുകയാണ്. അതിലിടപിടിയിലാണ് പെട്ട് വേദനിക്കുന്നുമുണ്ട്, വിശപ്പുമുണ്ട്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടുമില്ല. രാഹേണ, ആ മുതലയാൽ യൂതപതി ആന. അംബുജഹസ്ത ആർത്ത, താമരപ്പൂവേൽ പിടിച്ചിട്ട് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ, രക്ഷിക്കണേ പ്രകാരം കരഞ്ഞതായിട്ടുള്ള ഗജേന്ദ്രൻ്റെ മുമ്പിൽ ആഹേതമാദിപുരുഷ അഖില ലോകനാഥ, അഖില ലോകനാഥനായിട്ടുള്ള ആദിപുരുഷ, അങ്ങ് ഹര്യവതാരം കൊണ്ട് പ്രത്യക്ഷപ്പെട്ടല്ലോ. തീർത്ഥശ്ചവണമംഗളനാമധേയ, കേൾക്കുമ്പോൾ തന്നെ സുഖമുള്ള നാമങ്ങൾ. ഏതൊരു ഭഗവാനാണോ ഉള്ളത് ആ ഭഗവാൻ ആയിക്കൊണ്ട് അങ്ങ് പ്രത്യക്ഷമായി. തീർത്ഥശ്ചവണമംഗളനാമധേയ, തീർത്ഥശവ എന്ന് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. പരിശുദ്ധമായ കീർത്തിയുള്ളവനേ എന്നർത്ഥം തീർത്ഥശവ. കല്ലോ കീർത്തിമാനായിട്ടുള്ള ഭഗവാനെ നല്ല നാമധേയങ്ങളോട് കൂടിയിട്ടുള്ള അങ്ങ് അവതരിച്ചില്ലേ ഗജേന്ദ്രൻ്റെ മുമ്പിൽ. അന്തസ്സരസ്, സരസ് എന്ന് പറഞ്ഞാൽ തടാകം, തടാകത്തിൻ്റെ നടുവിലേ. അന്തസ്സരസ് തുരുവലേന പദേ ഗൃഹീതോ, കാല് പിടിച്ച്. ഗ്രാഹേണ യൂതപതിരംബുജഹസ്താർത്ഥ ആഹേതമാദിപുരുഷ അഖില ലോകനാഥ നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞിട്ടാണ് ഗജേന്ദ്രൻ കരഞ്ഞത്. തീർത്ഥശ്ചവണമംഗളനാമധേയ, കേൾക്കുമ്പോൾ തന്നെ ഏതൊരു ഭഗവാന്റെ നാമം കേൾക്കുമ്പോഴാണ് സുഖം ഉണ്ടാവുക. അങ്ങനത്തേതായിട്ടുള്ള
പരിശുദ്ധ കീർത്തിയോടുകൂട്ടുള്ള ഭഗവാനെ അങ്ങ് അപ്രകാരം അവതരിച്ചില്ലേ. ശുദ്ധ്വാ ഹരിത്തമരണാർത്തിനം അപ്രമേയചക്രായുധപദകരാജഭുജാതിരൂഢ ചക്രേണ നക്രവദനം വിനിവാട്യ തസ്മാദർത്ഥേ പ്രകൃത്യ ഭഗവാൻ കൃപയോ ജഹാരാം. അപ്രമേയ എന്ന് പറഞ്ഞാലോ വളരെയേറെ മഹത്വം ഉള്ളവൻ, നമുക്ക് ചിന്തിച്ചെത്താൻ കഴിയാത്ത മാഹാത്മ്യമുള്ളവൻ. ഭഗവാനെ ചിന്തിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും? എത്തുന്നു എവിടെയെങ്കിലും? അപ്പം അത്തരത്തിലുള്ളവരാണ് അപ്രമേയൻ. അപ്രമേയോ ഋഷികേശ പത്മനാഭോ അമരപ്രഭു. ചിന്തിച്ചെത്താൻ കഴിയാത്ത മഹത്വമുള്ള മനുഷ്യൻ്റെ അല്പബുദ്ധിക്കൊന്നും വിധേയനല്ല ഭഗവാൻ. അപ്രകാരം ഇരിക്കുന്നവനും ചക്രമാകുന്ന ആയുധത്തോടു കൂടിയവനും. അപ്രമേയ ചക്രായുധ പതകരാജ ഗതാതിരൂഢ വേറെ വിശേഷണം. ഗജേന്ദ്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതിനെ വിവരിക്കുകയാണ് കേട്ടോ, കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് പറയണത് പതകരാജഭുജാതിരൂഢ. പതകരാജൻ ഗരുഡൻ. ഇത്രയും ഗാംഭീര്യവും മനുഷ്യന് വിശേഷിച്ചു ഉപദ്രവമൊന്നുമില്ലാത്തതുമാണ് ഗരുഡൻ. കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, നമ്മളെ സൂക്ഷിക്കാഞ്ഞിട്ടല്ലേ. വേറെ ഉപദ്രവമൊന്നും ശരിക്കും പരുന്തിനെ കൊണ്ടില്ല. ശരിക്കും ഞാൻ പറയാച്ച ദേശീയ പക്ഷിയാക്കേണ്ടത് ഗരുഡനെയാണ്. മയിലാണച്ച ഇഷ്ടം പോലെ ഉപദ്രവം നമുക്ക് ചെയ്യേണ്ട. കൃഷി നശിപ്പിച്ചിട്ടും മാങ്ങ പച്ചക്കറി മുതലായിട്ടൊക്കെ നശിപ്പിച്ചിട്ടും നെല്ല് കടിച്ചിട്ടും ഒപ്പം നമുക്ക് ഉപദ്രവം കൊണ്ടാണ്. അതിനോട് എന്ത് ഗുണമുള്ളത്? ഒരു ഗുണമില്ല. അതുകൊണ്ട് പതകരാജഗജാതിരൂഢ. അപ്പം അത് ഏതെങ്കിലും പറക്കുന്നല്ലാണ്ട് നമ്മുടെ ഇവിടെ വന്ന് നമ്മളെ കൊത്തി ഉപദ്രവിക്കുകയല്ല വെച്ചാൽ നമ്മുടെ ഒരു വർഷവും അതിന് വേണ്ട. അതുകൊണ്ട് അതിന് നമുക്ക് ഉപദ്രവങ്ങളൊന്നുമില്ല. കോഴി കുഞ്ഞുങ്ങളെ ചില റാഞ്ചലുണ്ട്, നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ആണ് പതകരാജഭുജാതിരൂഢ. പക്ഷിശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡൻ്റെ പുറത്ത് കയറി ഹരി. അത് ഇതിന് മുമ്പത്തെ അവതാരത്തിനെ വിവരിക്കുകയാണ് ഗജേന്ദ്രമോക്ഷം. 15ഉം 16ഉം ശ്ലോകങ്ങൾ 14ാമത്തെ അവതാരമാണ് കേട്ടോ. 14ാമത്തെ അവതാരമാണ് 15ഉം 16ഉം ശ്ലോകം. ശ്ലോകത്തിൻ്റെ നമ്പറും അവതാരത്തിൻ്റെ നമ്പറും തമ്മിൽ ബന്ധമില്ല. വേറെ 14ാമത്തെ അവതാരം പറയുന്നത് 15ഉം 16ഉം ശ്ലോകങ്ങളിലാണ്. ചക്രേണ നക്രവദനം വിനിവാട്യ. സുദർശന ചക്രം കൊണ്ട് ആ മുതലയുടെ ആ ശരീരം അങ്ങോട്ട് പിളർന്ന് വിനിപാട്യ. തസ്മാത് ഹസ്തേ പ്രകൃത്യ ഭഗവാൻ കൃപയോ ജഹാര. കൈകൊണ്ട് ആ ഗജേന്ദ്രനെ പിടിച്ച് മോചിപ്പിച്ചു. ജായാൻ ഗുണേരവരജോപ്യതിദേ സുദാനാം ലോകാൻ വിചക്രമ ഇമൻ അദദാദിയജ്ഞ ക്ഷ്മാം വാമനേന ജഗൃഹേ ത്രിപദച്ചലേന യാജ്ഞാമൃതേ പരിചരം പ്രബിർണജാല്യ. ഇവിടെ പറയണു വാമനാവതാരം, അറിയാവുന്ന കഥ തന്നെയാണ്. ജായാൻ ഗുണേരവരജോ, യജ്ഞങ്ങളുടെ അധിപതിയായിരിക്കുന്ന ഭഗവാൻ. യാജ്ഞേശ്വരസ്യ എന്നൊരു വാക്കുണ്ട് വാമനാവതാരം ബലിചരിതം പറഞ്ഞേക്കുമ്പോൾ. യജ്ഞേശ്വരനായ ഭഗവാൻ അതിഥേ സുതാനം, ദേവമാതാവായിരിക്കുന്ന അതിഥിയുടെ സുതനായിട്ടാണ്, പുത്രനായിട്ടാണ് വാമനാവതാരം കൈക്കൊണ്ടത്. അതിഥേ സുതാനാം, അതിലേറ്റവും ഇളയവനായിട്ട് ഗുണൈജാൻ, ഗുണങ്ങളെ കൊണ്ട് വളരെയേറെ മേന്മയുള്ളതായിട്ട് വാമനേന, വാമന രൂപത്തെ ത്രിപദച്ചലേന 3 അടിയായി അളന്ന്, യാജേന ത്രിപദ 3 അടി, ചലേന കളവായിട്ട് ചതിയായിട്ട് 3 അടി, ക്ഷ്മാം ജഗൃഹേ ഭൂമിയെ ഗ്രഹിച്ചു. എന്നിട്ട് ഇന്ദ്രന് നൽകി. ഇമാൻ ലോകാൻ വിചക്രമേ, ഈ ലോകത്തെ മുഴുവനെ ആക്രമിച്ചു. പ്രഭുബി, പ്രഭുക്കന്മാരാലും പതി സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ. പ്രഭുബി പതി, പ്രഭുക്കന്മാരാൽ സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ. യാജ്ഞാമൃതേ, യാജ്ഞ കൊണ്ട്, യാജ്ഞ എന്ന് പറഞ്ഞാൽ യാചന കൊണ്ടല്ലാതെ ശലിപ്പിക്കപ്പെടുവാൻ യോഗ്യനല്ല. ലോകാൻ വിചക്രമേ, പ്രഭുക്കന്മാരാലും സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവൻ അതിഥിയിൽ ഇങ്ങനെ അവതരിച്ചു. 3 ലോകങ്ങളെ 3 അടി ആയിട്ട് അളന്ന് കൈവശപ്പെടുത്തി ഇന്ദ്രന് നൽകി. ഇന്ദ്രനെ രക്ഷിച്ചു. മഹാപ്രഭുവായ ഭഗവാൻ യാചിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നടക്കുന്നവനെ ജയിക്കണം എങ്കിൽ യാചിക്കുകയേ വഴിയുള്ളൂ. മഹാബലി ധർമ്മിഷ്ഠനാണ്.
അപ്പം അവനെ അങ്ങനൊരു മാർഗത്തിൽ കൂടെ അല്ലാതെ ജയിക്കാൻ സാധ്യമല്ല. കാരണം ധർമ്മം മഹാബലിയുടെ ഭാഗത്താണ്. അപ്പോൾ ഒരു വഞ്ചനയോ കടുങ്കയോ പ്രയോഗിക്കാതെ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ സാധ്യമല്ല. യുദ്ധത്തിന് ചെന്നാൽ മഹാബലിയെ ജയിക്കുള്ളൂ. എന്താ ചെയ്യുക? ഇവിടെ അപ്പോൾ തോൽപ്പിക്കേണ്ട ആവശ്യമുണ്ട് താനും. അപ്പോൾ അവിടെ ഒരു വളഞ്ഞ വഴിയല്ലാണ്ട് വഴിയില്ല. ഇപ്പോൾ പ്രപഞ്ചത്തിന് നമുക്ക് വളഞ്ഞ വഴിയേ ഉള്ളൂ എങ്കിൽ ലക്ഷ്യം നേടാൻ ചിലപ്പോൾ അതും സ്വീകരിക്കേണ്ടി വരും. അവിടെ ലക്ഷ്യത്തിനാണ് പ്രാധാന്യം, മാർഗത്തിനല്ല എന്നും ഭഗവാൻ കാണിച്ചിരിക്കുന്നത്. ഏകദേശം എപ്പോഴും എന്തും എങ്ങനെയാവാം എന്നല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് വേണ്ടി വരും. അത് ദുരുപയോഗപ്പെടുത്തരുത്. എപ്പോഴും എന്ത് വഴിയും പ്രയോഗിച്ച് എന്ത് നേടാം എന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ അത് ഒരാവശ്യമായി എന്നേ ഉള്ളൂ. നാർത്തോബലേരയം ഒരു ക്രമപാദശൗചമാപശ്ചികാതവതോ വിബുധാധിപത്യം യോ വൈ പ്രതിഷ്ഠിത മൃതേന ചികിഷ്ഠിതന്യതാത്മാനമംഗശിരസ അരയേഭിരേമേ. പറയണ ഭഗവാന്റെ പാദങ്ങളിൽ അഭിഷേകം ചെയ്ത തീർത്ഥങ്ങളെ ശിരസിൽ ധരിച്ച് മഹാബലിക്ക് ഈ ഇന്ദ്രന് കൊടുക്കാൻ പോകുന്ന ദേവാധിപത്യം എന്ന നിലയും പുരുഷാർത്ഥമായിരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ, ഹേ നാരദ, മഹാബലി താൻ ചെയ്ത പ്രതിജ്ഞയ്ക്ക് ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടല്ലോ, വിരോധമായിട്ട് മറ്റൊന്നും ചെയ്യാൻ ആഗ്രഹിച്ചില്ല. 3 അടി മണ്ണ് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കുക തന്നെ വേണം. അത് കൊടുത്തു. തൻ്റെ മുഴുവനും പോയി, എങ്കിലും സത്യത്തിൽ നിന്ന് ഇളകിയില്ല. അതാണ് മഹാബലിയുടെ മഹത്വം. അന്ന് മുതൽക്കാണ് മഹാബലി ഇന്ദ്രസേനൻ എന്ന പേര് മാറി മഹാബലിയായത്. അതുവരേക്ക് ഇന്ദ്രസേനനായിരുന്നു എന്നാണ്. ഇത്രയും ഉറച്ചു നിന്നു തൻ്റെ സത്യത്തിൽ. അപ്പം ശരിക്കും അതിന് എന്തൊക്കെ കൊടുത്താലാണ് മതിയാവുക മഹാബലിക്ക്? ദേവന്മാരുടെ ആധിപത്യം കൊടുത്താൽ പോലും മുഴുവനാവില്ല. മന്വന്തര ആധിപത്യം മറ്റൊരു യുഗത്തിൽ കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്തത്. വലിയ പ്രതിഫലം ഭഗവാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മളാരും അറിയില്ല. എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ് മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചില്ലേ എന്ന് മാത്രം അറിയാം. പാതാളത്തിലേക്ക് അല്ല അയച്ചത്, അവിടെ തന്നെ തെറ്റി, സുതലത്തിലേക്കാണ്. ഇതാണ് സുതലത്തിൻ്റെ പ്രത്യേകത. സുതലം സ്വർഗിഭി പ്രാർത്ഥ്യം. സ്വർഗത്തിലുള്ളവർ ആഗ്രഹിക്കണു അത്രേ കുറച്ച് സുതലത്തിൽ കഴിയാൻ എന്താ മാർഗം? അപ്പോൾ സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഏത്? സുതലം. നല്ലൊരു ലോകത്തേക്കാണ് മഹാബലി അയച്ചത്. കെട്ട ലോകത്തിലേക്കോ പാതാളത്തിലേക്കോ അല്ല, തെറ്റ്. പാതാളത്തിലേക്ക് അയച്ചിട്ടില്ല. അവിടെ കൊട്ടാരത്തിൻ്റെ കാവൽക്കാരനായിട്ട് ഭഗവാൻ നിന്നു. മറ്റൊരു മന്വന്തരത്തിലോ മഹാബലിയെ ഇന്ദ്രൻ്റെ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇതിലും മീതനി എങ്ങനെയാണ് ഭക്തനെ അനുഗ്രഹിക്കുക? അതുകൊണ്ട് മഹാബലിയെ ശിക്ഷിച്ചു. മഹാബലിയെ ഇങ്ങോട്ടെല്ലാം തന്നതിന് അങ്ങടെ വേണ്ട പോലെ ബഹുമാനിക്കുകയല്ല ഭഗവാൻ ചെയ്തത്. ഇതൊന്നും ശരിയേ അല്ല, ഒട്ടും ശരിയല്ല. രാവണൻ ഒരിക്കലും മഹാബലിയോട് എതിർക്കാൻ വന്നപ്പോൾ മഹാബലിയെ രാവണനെ കാലോണ്ടൊരു തട്ട് തട്ടി ഭഗവാൻ. എൻ്റെ ഭക്തനെ തൊടാൻ നീ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എത്ര കിലോമീറ്റർ ദൂരത്താണ് രാവണൻ പോയിട്ട് വീണത് അന്നൊന്നും അറിയില്ല, എന്നും അറിയില്ല ആർക്കും. അത്ര ദൂരത്തേക്ക് തൻ്റെ ഭക്തൻ്റെ ശത്രുവിനെ കാലുകൊണ്ട് തൊഴിച്ച ആളാണ് ഭഗവാൻ. മഹാബലിയെ തൊടാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഭഗവാൻ ഒരിക്കലും തൻ്റെ ഭക്തനും ധർമ്മിഷ്ഠനുമായിട്ടുള്ള മഹാബലിയെ ശിക്ഷിക്കുകയല്ല ചെയ്തത്. ശിക്ഷിച്ചുവെന്ന് നമുക്ക് തോന്നണമെന്ന് മാത്രം. ഇന്ദ്രൻ ഏതായാലും സ്വർഗം അവകാശപ്പെട്ടതാണല്ലോ, അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശരിക്കും പറയാച്ച ഒരു നാടകം കളിച്ചു എന്ന് പറയാം. അല്ലാണ്ട് മഹാബലിയെ ശിക്ഷിച്ചിട്ടില്ല. ഇനി അടുത്തതാണ് ഹംസാവതാരം എന്ന അവതാരം. തുഭ്യഞ്ജനാരദഭൃശം ഭഗവാൻ വിവൃത്തഭാവേന സാധു പരിതുഷ്ടവാചയോഗം ജ്ഞാനഞ്ച ഭാഗവതമാത്മതത്വദീപം യത് വാസുദേവ ശരണാവിധിരഞ്ജസേവാ. ഹേ നാരദ, വിവൃത്തഭാവേന വർദ്ധിച്ചതായ ഭക്തിയാൽ പരിതുഷ്ട ഏറ്റവും സന്തോഷിച്ച ഭഗവാൻ ഹരി തുഭ്യം നാരദനായിക്കൊണ്ട്, അതാണ് നിനക്കായിക്കൊണ്ട്, തുഭ്യം ആത്മസതത്വദീപം ആത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതും ഭഗവാനെ സംബന്ധിക്കുന്നതും ആയ ഹംസം എന്നു പേരായിട്ടുള്ളൊരു അവതാരം ഉണ്ടായി. വാസുദേവ ശരണ, വാസുദേവൻ തന്നെ രക്ഷ എന്ന് കരുതിയിരിക്കുന്നവർക്ക്
പ്രയാസം കൂടാതെ ഭക്തിയോഗം ഉണ്ടാകുന്ന അവതാരമാണ് ഹംസാവതാരം. അത് 11-ാമത്തെ അധ്യായത്തിലെ ഏകാദശ സ്കന്ധത്തിലാണ്. പറയേ നാരദ, അങ്ങേ പോലുള്ളവർക്കൊക്കെ തത്വജ്ഞാനം ഉണ്ടാവാനായിക്കൊണ്ട് ഭഗവാൻ പരിതുഷ്ട ഉവാച യോഗം, ഭക്തിയോഗത്തെയും ജ്ഞാനയോഗത്തെയും ഉപദേശിക്കാൻ, ജ്ഞാനഞ്ച ഭാഗവതം ആത്മസതത്വദീപം, ആത്മതത്വത്തെ ഉപദേശിക്കാൻ ഭഗവാന്റെ അംശം കൊണ്ട് ഹംസമായിട്ട് അവതരിച്ചു. അത് ഹംസാവതാരത്തെ പറഞ്ഞതാണ്. ഇനി അടുത്തത്, എല്ലാ മന്വന്തരത്തിലും ദുഷ്ടന്മാരെ ഭഗവാൻ വധിക്കുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുകയാണ്. ചക്രഞ്ച ദിക്ഷവികതന്തേജോ മന്വന്തരേഷു മനുവംശതരോ അഭിഭർത്തി ദുഷ്ടേഷു രാജസദമംബതദാക്ഷകീർത്തിം തത്തേത പൃഷ്ടൗഷധംബതയഞ്ചരിത്രൈ. മനുവംശത്തെ നിലനിർത്തുന്ന ഭഗവാൻ ദശസു ദിക്ഷു 10 ദിക്കുകളിലും തടസ്സമില്ലാത്തതായ തൻ്റെ ശക്തിയാകുന്ന ചക്രത്തെ മന്വന്തരേഷു മന്വന്തരങ്ങളിൽ വിവർത്തി ഭരിക്കുന്നു. ചക്രവും കയ്യിൽ പിടിച്ച് 14 മന്വന്തരമാണ് ഭാഗവത്തിൽ. ആ മന്വന്തരങ്ങളിലും ധർമ്മത്തെ അനുഷ്ഠിക്കുന്നു. എന്നിട്ടോ ദുഷ്ടേഷു രാജസു ദമം, ദുഷ്ടരാജാക്കന്മാരിൽ ശിക്ഷ നൽകുന്നു. ചരിത്രങ്ങളെ കൊണ്ട് ത്രിപൃഷ്ടയെ 3 ലോകത്തിലും ഉപരിയിലുള്ള സത്യലോകത്തിൽ, 3 ലോകത്തിൻ്റെ ഉപരിയിലുള്ള മുകളിലാണ് സത്യലോകം, അതിൽ തൻ്റെ കീർത്തിയെ ഉണ്ടാക്കുന്നു. എല്ലാ മന്വന്തരത്തിലും ഭഗവാൻ ദുഷ്ടരെ വധിച്ച് വിവിധ തരത്തിലുള്ള അവതാരങ്ങളെ സ്വീകരിക്കുന്നു. 20-ാമത്തെ ശ്ലോകത്തിൽ ഒരു പ്രത്യേക അവതാരത്തെക്കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, മൊത്തത്തിൽ പറഞ്ഞിരിക്കുക. എല്ലാ മന്വന്തരങ്ങളിലും ഉചിതമായ അവതാരങ്ങളെ കൊണ്ട് ധർമ്മത്തെ നിലനിർത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകമാണ് 20-ാമത്തെ. അതിൽ പ്രത്യേക അവതാരമല്ല. അടുത്തത് അവതാരമുണ്ട് 21-ാമത്തെ ശ്ലോകത്തിൽ. 17-ാമത്തെ അവതാരം, ശ്ലോകത്തിൻ്റെ നമ്പറും അവതാരമായിട്ട് ബന്ധമില്ല കേട്ടോ. 17-ാമത്തെ, നേരത്തെ 16ആണ് പറഞ്ഞത് ഹംസാവതാരം 19-ാം ശ്ലോകത്തിൽ. 20-ൽ പൊതുവായിട്ടൊരു കാര്യമേ പറഞ്ഞുള്ളൂ. 21-ൽ ധന്വന്തരിച്ച ഭഗവാൻ സ്വയമേവ കീർത്ത് നാം പുരുരുജാശുഹന്തി. അതെന്താണെന്ന് നമുക്കറിയാം. രോഗത്തെ ഇല്ലാണ്ടേക്കാൻ ആയുർവേദ ശാസ്ത്രത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ടുള്ള ധന്വന്തരിയായി അവതരിച്ചു. മുകളിൽ ശംഖ ചക്രം 2 കൈയിൽ, മുകളിലത്തെ കൈകളിൽ, താഴത്തെ ഒരു കൈയിൽ അമൃതം കുടവുമായിട്ടൊരു കൈയിൽ അട്ടയും. അട്ടയ്ക്ക് ആയുർവേദ വൈദ്യന്മാരുടെ വീട്ടിൽ പണ്ടുണ്ടാവും. എന്തിനാ വെച്ചാൽ ദുഷിച്ച രക്തം കടിച്ച് നീക്കുക അട്ടയെ കൊണ്ട്. അട്ട കടിച്ചാൽ വേദനിക്കില്ല എന്നാണ് അട്ട. അതാണ് രൂപം. ശംഖം ചക്രം ജളൂകാം, ഇതാണ് അമൃതകടം. 4 കൈകളിൽ, ഒന്നിൽ ശംഖം, ഒന്നിന് ചക്രം, ഒന്നിൽ അമൃതകടം, ഒന്നിൽ ജളൂകാം, അട്ട. അത്തരത്തിലുള്ള രൂപമായിട്ട് പാലാഴി മഥനത്തിൽ ഭഗവാൻ അവതരിച്ചു. ഈ യജ്ഞേച്ച ഭാഗം അമൃതായുരമാവരുന്ധ ആയുശ്ചവേദമനുശാത്യവതീര്യലോകേ. ആയുർവേദത്തിൻ്റെ ആ ഒരു ശാസ്ത്രത്തിന് അടിത്തറയിട്ടുകൊണ്ട് പാവനമായിട്ടുള്ള ആയുർവേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ദേവതയായി അവതരിച്ചു. 17-ാമത്തെ അവതാരം. 18-ാമത്തെ പരശുരാമാവതാരം. ക്ഷത്രക്ഷയായ വിദിനോപഭൃതം മഹാത്മാ ബ്രഹ്മത്രകുച്ചിത പഥം നരകാർത്തിലിപ്സു ഉദ്ദന്ത്യസാപവനി കണ്ടകമുഗ്രവീര്യത്രിസപ്തകൃത്ത ഒരുദാര പരശ്വതേന. അത് നമുക്കറിയാലോ. പരശുരാമൻ ബ്രാഹ്മണരെ ദ്രോഹിച്ചതായ ക്ഷത്രിയരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്ഷത്രക്ഷയായ വിദിനോപഭൃതം മഹാത്മാ, ക്ഷത്രങ്ങളെ ക്ഷയിപ്പിക്കാൻ വേണ്ടി, ക്ഷത്രിയരെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, ബ്രഹ്മതൃക്ക് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ ഉപദ്രവിക്കുന്ന ക്ഷത്രിയരുടെ വിശേഷണമാണത്. ബ്രഹ്മത്രകുച്ചിതപദം നരകാർത്തിലിപ്സു ആ ഉദ്ദന്ത്യസാപ അവനികണ്ടകം ഉഗ്രവീര്യ ത്രിസപ്തകൃത്ത ഒരുദാര പരശ്വതേന. ത്രിസപ്തകൃത്ത 21 വട്ടം. 3 7 7 3 21. സ്ത്രീയല്ല, ത്രീയാണ്. കൂടിച്ചേരുമ്പോൾ സകാരം വന്നതാണ്. ഉഗ്രവീര്യ സപ്തകൃത്ത 7 × 3 21. സപ്തകൃത്തയാണ് സ്ത്രീയായിട്ട് മാറുന്നത്. സന്ധിയിൽ വരുന്നത് 3 അവിടെ, സ്ത്രീ ഇല്ല കേട്ടോ. സപ്തകൃത്ത ഒരുധാര പരശ്വതേന, തൻ്റെ പരശുവിനെ കൊണ്ട് ക്ഷത്രിയരെ 21 വട്ടം ഇല്ലായ്മ ചെയ്തു. എങ്ങനത്തെ ക്ഷത്രിയരാ? എല്ലാ ക്ഷത്രിയരെയല്ല നശിപ്പിച്ചിട്ടില്ല, ബ്രാഹ്മണരെ ദ്രോഹിച്ചതായിട്ടുള്ള ക്ഷത്രിയർ, എല്ലാ ക്ഷത്രിയരല്ല. ബ്രഹ്മത്രകുച്ചിത പഥം, ബ്രാഹ്മണ്യത്തെ ദ്രോഹിച്ചാൽ അത് ഭഗവാൻ ഒരിക്കലും സഹിക്കില്ല. യഥാർത്ഥ ധർമ്മമുള്ള ബ്രാഹ്മണ്യം നിലനിൽക്കേണ്ടത് തന്നെയാണ്. അപ്പം അതിനെ നശിപ്പിച്ചതായിട്ടുള്ള ക്ഷത്രിയരെ
ഇല്ലായ്മ ചെയ്യാനായിക്കൊണ്ട് തൻ്റെ പരശു കയ്യിലെടുത്തുകൊണ്ട് പരശുരാമനായിട്ട് അവതരിച്ചു. 19ാമത് ശ്രീരാമാവതാരം. ആത്മപ്രസാദ സുമുഖ കലയാ കലേശ ഇക്ഷ്വാകു വംശാവതീര ഗുരോർനിദേശ. ഇക്ഷ്വാകു വംശത്തിലാണ് രാമാവതാരം ഉണ്ടായത്. ഇക്ഷ്വാകു വംശ അവതീര ഗുരോർനിദേശേ, അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടി ആണ് ഈ അവതാരം. ഗുരു എന്ന് പറഞ്ഞാൽ ഇവിടെ അച്ഛനാണ്. ഓരോ വാക്കിനും ഒരർത്ഥമാണല്ലോ. അച്ഛൻ ഗുരു തന്നെയാണ് ഉസ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ആ അച്ഛൻ്റെ ആദേശം നിർദ്ദേശം പാലിക്കാൻ വേണ്ടിയിട്ട് ഇക്ഷ്വാകു വംശത്തിൽ കല കൊണ്ട് രാമനായിട്ട് അവതരിച്ചു. തിഷ്ടംബനം സദൈത അനുജ അഭിവേശ. അനുജനോടും പത്നിയോടും കൂടി കാട്ടിലേക്ക് പോയി. ദൈത പത്നി, അനുജൻ ലക്ഷ്മണനോടും സീതയോടും കൂടിയിട്ട് വനം ആവിവേശ, കാട്ടിലേക്ക് പോയി. ഒരു ദശകന്ധരം ആർത്തി മാർച്ചത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്തു? രാവണൻ വളരെയേറെ വിരോധത്തെ ഭഗവാനിൽ ചെയ്തു. ദശകന്ധര ആർത്തിമാർച്ചൽ, തൻ്റെ പത്നിയെ അപഹരിച്ചു കൊണ്ടുപോയി ദുഃഖിപ്പിച്ചതായിട്ടുള്ള ദുഃഖം സീതയ്ക്കും ഉണ്ടായി, അതേപോലെ രാമനും ഉണ്ടായി. അങ്ങനെ രാമനെ വളരെയേറെ രാവണൻ ദ്രോഹിച്ചു. ആർത്തിമാർച്ച, ഒരാളുടെ പത്നിയെ വരിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അതിലും വലിയ ദ്രോഹം വേറെ വല്ലതും ഉണ്ടോ? അതാണ് ഇവിടെ യസ്മിൻ വിരുദ്ധ ദശകന്ധര, ആർത്തിമാർച്ച, ദുഃഖത്തെ കൊടുത്തു ഭഗവാൻ. അതൊക്കെ ഭഗവാൻ തിരിച്ചു കൊടുക്കുകയും ചെയ്തു, തലയൊക്കെ വെട്ടിയിട്ട്. എന്നിട്ട് രാമാവതാരത്തെ ഒന്നും കൂടിയാണ് വർണ്ണിക്കുകയാണ്. ഒരു ശ്ലോകം കൊണ്ട് പോരാ തോന്നി. രാമായണം അത്ര കേമാണ്. യസ്മാൻ അതാൻ ഉദതിരൂഢഭയാങ്കവേ പോമാർഗം തപത്തിരിപുരം ഹരവിത്തിദക്ഷോ ദൂരേ തുരന്മദരോഷദുശോണദൃട്യാദാദപ്യമാന മകരോരഗനക്രചക്ര. എന്നിട്ട് എന്ത് ചെയ്തു? സമുദ്രത്തിൽ ചിറകെട്ടി ലങ്കയിലേക്ക് പോകണം. അതിന് സമുദ്രത്തോട് കോപിച്ചു ഭഗവാൻ ഉഗ്രമായിട്ട്. യസ്മാൻ അതാ ഉദതിരൂഢ ഭയാങ്കവേപോ, വിറയ്ക്കുന്ന ശരീരത്തോടു കൂടി സമുദ്രത്തിനോട് കൂടിയിട്ട് വഴി ചോദിച്ച് മാർഗം സപത്തിരിപുരം ഹരവത്തി ദക്ഷോ, ചിറകെട്ടാൻ വേണ്ടി വഴി ചോദിച്ചു. എല്ലാവരുമായിട്ട് സമുദ്രം കടന്നു. എങ്ങനത്തെ സമുദ്രം? ആദപ്യമാന മകരോരക നക്രചക്ര, ഗംഭീരമായിട്ടുള്ള തിമിംഗലം, മത്സ്യം, മറ്റ് ജലജീവികളെ മുതല ഇത് ഉള്ളതായ സമുദ്രത്തെ കടന്നു. ആദപ്യമാന മകരോരക നക്രചക്ര, നക്രവും ചക്രവും ഒക്കെ ഉണ്ട്. ചക്രം നക്രത്തിൻ്റെ മുതലയുടെ കൂട്ടം, ചക്രം എന്ന് പറഞ്ഞാൽ ആ സമുദ്രമാണ് കടന്നത്. നീ കഴിഞ്ഞിട്ടില്ല. പക്ഷത്തല പ്രശ്നരുഗ്ണ മകേന്ദ്രവാഗദന്ത വിളംബിത കകുചൂടകാസം സദ്യോസുബി സഹവിനേശ്യതി ധാരകർത്തൃ വിസ്ഫോചിതേർ ധനട്ട ഉച്ചരതോതി സൈന്യേ. രാവണനെ വധിച്ചു എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. അത് എങ്ങനത്തെ രാവണൻ? അത് വിചാരിക്കുന്നുണ്ട് അവിടെ, വെറുതെ രാവണനെ വധിക്കുകയല്ല. എങ്ങനത്തെ രാവണൻ? നിസ്സാരക്കാരനാണോ എന്നാണ് വെച്ചാൽ അങ്ങനെയല്ല. ഒരു കൊതുവിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അതിന് വല്ല ശ്രേഷ്ഠതയുണ്ടോ? അങ്ങനത്തെ ഒന്നും അല്ല രാവണൻ. ഇവിടെ പറഞ്ഞു വക്ഷസ്ഥല സ്പർശരുഗ്ണ മഹേന്ദ്രവാഹ. ഇന്ദ്രൻ തൻ്റെ ഐരാവതത്തിനെ കൊണ്ട് രാവണൻ്റെ മാറത്ത് കുത്തിക്കും. രാവണൻ പറഞ്ഞിട്ടാണ് കേട്ടോ. തൻ്റെ ആ ഐരാവതത്തിനെ ഒന്നും കൂടി കുത്തിച്ചോളൂ എൻ്റെ മാറത്ത്. രാവണ വേണ്ട കളി. ഇന്ദ്രൻ പേടിപ്പിക്കും. ഇന്ദ്ര ഒരു പേടിയില്ല, ധൈര്യമായിട്ട് കുത്തിച്ചോളൂ, എനിക്കൊന്നും പറ്റില്ല, കണ്ടോളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ കാണിച്ചു തരാം. ഐരാവതം വന്ന് രാവണൻ്റെ മാറത്താണ്ട് കുത്തിയാൽ ആനയുടെ കൊമ്പിളകിയിട്ട് ചോര വരുത്രേ. രാവണനോ യാതൊന്നും പറ്റില്ല. അത്ര ശക്തനായിട്ടുള്ള ആളെയാണ് കൊന്നിരിക്കുന്നത്, ചില്ലറക്കാരനെ ഇല്ല. ഭക്ഷസ്ഥല സ്പർശരുഗ്ണ മഹേന്ദ്രവാഹ ദന്തേർ. മഹേന്ദ്രവാഹം ഇന്ദ്രൻ്റെ വാഹനമായിട്ടുള്ള ഐരാവതം, അതിൻ്റെ കൊമ്പ് കൊണ്ട് ദന്തേർ കുത്തി ഇളക്കുക. കൊമ്പാണ് ഇളകണത് കേട്ടോ, രാവണൻ്റെ മാറില്ല. വിടംബിത കകുപ്ചുഷ ഊടഹാസം. ആ കൊമ്പ് ഇളകിയപ്പോൾ രാവണൻ്റെ ഒരു പുഞ്ചിരിയുണ്ട്. എൻ്റെ ശക്തി കണ്ടോ നീയേ? അത് കാണാൻ തന്നെ ഞാൻ കുത്തിച്ചത്. ഇപ്പം എങ്ങനെയുണ്ട് എന്ന് നോക്കിയിട്ടൊരു ചിരിയുണ്ട് രാവണന്, അട്ടഹാസം. അങ്ങനത്തെ രാവണനെ സദ്യോസവിസഹ വിനേശരി ധാരഹർത്തൂർ, ഭാര്യയെ അപഹരിച്ചു എന്ന കാരണത്താൽ വിസ്പൂജ്യതേ ധനുഷ ഉച്ചരതോതി സൈന്യേ, ഭയങ്കര ശബ്ദങ്ങളാൽ യുദ്ധം ചെയ്ത് നശിപ്പിച്ചു. അങ്ങനെ രാവണനെ നശിപ്പിച്ച് ഭൂഭാരത്തെ ഇല്ലായ്മ ചെയ്തു എന്ന് 3 ശ്ലോകമാണ് രാമാവതാരത്തിനെ. ആത്മപ്രസാദ 23.
പിന്നെ സമുദ്രം കടന്നത് 24, രാവണവധം 25. അങ്ങനെ 3 ശ്ലോകങ്ങളിലായിട്ടാണ് രാമായണത്തെ പറഞ്ഞത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതിയത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.